ദേവസ്വം ബോർഡിനെ എടുത്തു കുടഞ്ഞു ഹൈക്കോടതി എന്ന് പറയുന്നത്. നടൻ ദിലീപ് ശബരിമല ദർശനം നടത്തിയതിൻ്റെ വിവാദങ്ങളായിരുന്നു. അതിൻ്റെ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി എടുത്തു കുടഞ്ഞെന്ന് പറയുന്നത്. നടൻ ദിലീപിൻ്റെ ശബരിമല ദർശനത്തിൽ ദേവസ്വം ബോർഡിനെ എതിരെ എടുത്തു കുടഞ്ഞ് ഹൈക്കോടതി. ദിലീപിനായി മറ്റു ഭക്തരെ തടഞ്ഞത് വിമർശിച്ച് കോടതി എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്നും വിഷയം ഗൗരവതരമാണെന്നും വ്യക്തമാക്കി. ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന നേരത്താണ് ദിലീപും സഹോദരനും ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയും സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇവർക്ക് ദർശനം നടത്താനായി മുൻനിരയിലുണ്ടായിരുന്ന ഭക്തരെ തടഞ്ഞിരുന്നു. 10 മിനിറ്റിലേറെ മുൻനിരയിൽ നിന്ന് ദർശനം നടത്തിയ ദിലീപ് മറ്റു ഭക്തരുടെ ദർശനത്തിനും ക്യൂ നീങ്ങുന്നതിനും തടസ്സം സൃഷ്ടിച്ചെന്നാണ് ആരോപണം. സാധാരണ ആ ഒരു പരിഗണന ലഭിച്ചതോടെ അവിടെ കാത്തു നിന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി അല്ലേ? സാധാരണ നമുക്ക് പെട്ടെന്ന് അങ്ങ് കയറി പോലെ അത്രയും തിരക്കുള്ള അമ്പലങ്ങളാണ്. ഈ പറഞ്ഞ 10 മിനിറ്റൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇനി ആളില്ലാത്ത പോലും അങ്ങനെ നടന്നെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതലും തിരക്കുള്ള സമയങ്ങളിൽ തൊഴുത് പോകുന്നൊരു ഇതാണ്. അപ്പം ആ ഒരു ഇതിൽ നിന്ന് 10 മിനിറ്റോളം ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന ആ ഒരു സമയത്ത് ദിലീപ് നടയ്ക്കൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആൾക്കാർക്ക് അത് തടസ്സമുണ്ടാക്കി. അടയ്ക്കുന്ന സമയത്തായിരുന്നു ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന നേരത്താണ് ദിലീപും സഹോദരനും ഒക്കെ അവിടെ തൊഴുന്നതിന് വേണ്ടിയിട്ട് എത്തിയത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ്, എന്തുകൊണ്ട് ദിലീപിനെ മാത്രം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നു? ഇതുപോലെ തന്നെ VIP ദർശനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എന്നിട്ട് അവരുടെ എല്ലാം ഫോട്ടോസ് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് VIP ദർശനം ഒരാളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പറയുകയല്ല, എല്ലാവരും ഇതുപോലെ VIP ദർശനം നടത്തുമ്പോൾ ബാക്കിയുള്ളവരെ അത് എഫക്റ്റ് ചെയ്യും, സ്വാഭാവികമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേക പരിഗണന അമ്പലങ്ങളിലൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പം എന്താ പറയുക, ഗുരുവായൂരമ്പലത്തിലും ശബരിമലയിലൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകൾ നിന്നിട്ടായിരിക്കും നടക്കലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു VIP വരാൻ നേരത്ത് നമ്മൾ 4 മണിക്കൂർ 5 മണിക്കൂർ നിന്നിട്ടായിരിക്കും പ്രാർത്ഥിക്കാം തൊഴുന്നതിന് വേണ്ടി ചെല്ലുന്നത്. ഒരേ ആളെ കാണാൻ വേണ്ടിയിട്ട് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ട് വരുന്നവരുണ്ട്, പ്രായമായിട്ട്. ശബരിമലയിലാണെങ്കിൽ ഏറ്റവും പ്രായമായ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെയാണ് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും ശബരിമലയിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പം ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത് ഈ 4-5 മണിക്കൂർ. അപ്പോൾ VIP പരിഗണന കൂടെ കൊടുക്കാൻ നേരത്ത് അത് മറ്റുള്ള ഭക്തരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിക്കാണ് വിമർശനങ്ങൾ ഉയർന്നത്. ഇപ്പൊ അത് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് ദിലീപിന്റെ കേസിലാണ്. അതിൽ ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിന് ദിലീപിന് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അതുതന്നെയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ഭക്തരെ തടയാൻ ആരാണ് അനുവാദം നൽകിയതെന്നും ചോദിച്ചു. ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയം എന്നത് ആ ദിവസത്തെ ദർശനം ലഭിക്കുന്ന അവസാന സമയമാണ്. അതെ, അത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ടൈമിൽ അതിപ്പോൾ അടയ്ക്കാൻ പോവുകയാണ്. ആ ഒരു ടൈമിൽ അത്രയും ദിവസത്തെ കഷ്ടപ്പാടിന് ക്യൂ നിന്ന് വന്ന ആൾക്കാർ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ഒന്ന് കാണണേന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും. അവർ ഓടിയൊക്കെ ആയിരിക്കും പോയെന്ന് കാണുക. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിലേ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അന്നത്തെ ദിവസമേ പോലെ പിന്നെ പിറ്റേ ദിവസം നിർമ്മാല്യം. അതെ, അപ്പം അത്രയും മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ആ നടയടയ്ക്കുന്ന സമയം എന്നത് ആ ദിവസത്തെ ദർശനം ലഭിക്കുന്ന അവസാനത്തെ സമയമാണ്. എന്തടിസ്ഥാനത്തിൽ ഒന്നാം നിര ബ്ലോക്കാക്കി വെച്ചു എന്ന് ചോദിക്കുകയാണ്. എന്തിനു മറ്റ് ഭക്തർക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയെന്നും കോടതി ചോദിച്ചു. ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ VIP ദർശന വിവാദത്തിൽ 4 പേർക്കെതിരെ ദേവസ്വം ബോർഡ് കർശന നടപടി സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അപ്പം ഇതാണ് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ പോയി അത്രയും സമയം 7 മിനിറ്റ് എന്നാൽ നിന്ന് പ്രാർത്ഥിച്ചോളെന്ന് പറയുന്നുണ്ട്. എന്നാലും 10 മിനിറ്റിൽ 3 മിനിറ്റ് കുറഞ്ഞുള്ളൂ. 7 മിനിറ്റിന് തന്നെ നല്ലൊരു വില ഉണ്ടല്ലോ. 7 മിനിറ്റിൽ ചിലപ്പോൾ 3 മണിക്കൂറാണേലും കുറെ അധികം ആൾക്കാരെ കിടത്തി വിടാൻ പറ്റുമായിരുന്നു. 3-4 മണിക്കൂർ ക്യൂ നിന്നവരുടെ 7 മിനിറ്റ് എന്ന് പറയുന്നതിന് നല്ല വിലയുണ്ട്. ആ ഒരു ടൈമിൽ അവർക്ക് കണ്ടു കഴിഞ്ഞ് ഇറങ്ങാനുള്ളൊരു ടൈമുണ്ട്. പക്ഷെ ആ ടൈമാണ് അവർക്ക് നഷ്ടമായത്. അപ്പോൾ ദിലീപിൻ്റെ കേസ് മാത്രമല്ല, എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ദിലീപിൻ്റെ കേസ് മാത്രമായിട്ട് ഞാൻ പറയല്ല,
ഇങ്ങനൊരു VIP ദർശനം നമ്മളിപ്പോൾ ഒരാളെ ഒരു ദൈവത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു VIP ദർശനം വേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊക്കെ വളരെ ബോറായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം എല്ലാവരും ഒരാളെ തന്നെയാണ് കാണാൻ വന്നേക്കുന്നത്. അവർക്ക് വലിയവൻ ചെറിയവൻ അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ കൊടുക്കണ്ട എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു.